ഹായ്. അപ്പോഴേ ഇന്നെന്നാ പരിപാടി എന്ന് ചോദിച്ചാൽ നമ്മുടെ ക്ലോത്ത് ഷാമ്പു എപ്പോഴും തീരും കേട്ടോ. വാഷിംഗ് മെഷീനകത്തേക്ക് ഒഴിക്കുക അംഗസംഖ്യ കുറവായതുകൊണ്ട് നന്നായിട്ട് ക്ലോത്ത് ഷാമ്പു വേണം കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കും. അപ്പം ഇപ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും വീട്ടിലുണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ക്ലോത്ത് ഷാമ്പൂവിൻ്റെ കിറ്റ് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് വലിയ പാടുള്ള പണിയൊന്നും അല്ല കേട്ടോ. നമ്മൾ പണ്ട് കുറേ ഇങ്ങനെ സോപ്പും സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ എപ്പോഴും ചോദിക്കും കേട്ടോ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് എങ്ങനെ അറിയാം. എനിക്കിതിനെപ്പറ്റി ഒരു ധാരണയില്ല. എൻ്റെ ധാരണ മൊത്തം ഇരിക്കുന്നത് ഈ പേപ്പറിലാണ് കേട്ടോ. ഇത് ഈ കവറിൻ്റെ കൂട്ടത്തിൽ ഒരു പേപ്പർ ഉണ്ടാവും. ഇത് കണ്ടോ, ഞാനിവിടെ തൊട്ടടുത്തുള്ള പൈലറ്റ് സോപ്പ് കോർണറിൽ നിന്നാണ് ഇത് മേടിക്കാറ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഈ സാധനം തന്നെ കേട്ടോ മേടിക്കുന്നത്, ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇവർ എങ്ങനെ ഇത് ഉണ്ടാക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. ഒന്നുമില്ല, ആകെപ്പാടെ രണ്ട് വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അത് എങ്ങനെ തന്നെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവർ ഓൺലൈനായിട്ട് നമുക്ക് അയച്ചു തരുകയും ചെയ്യും. അപ്പം ഇനി ഇതിനകത്തെല്ലാം നമ്പർ എഴുതിയിട്ടുണ്ട് കേട്ടോ. 1, ഇത് 2 എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഈ പേപ്പറിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. ഇതുണ്ടോ, 1-ാം നമ്പർ ഐറ്റം 8.5 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് 2-ാം നമ്പർ ഐറ്റം ബാക്കിയുള്ള നമ്പർ എല്ലാം ഇട്ടിട്ടുണ്ട്. ഐറ്റം എല്ലാം കൂടെ ചേർത്ത് ഇളക്കുക, അത്രേ ഉള്ളൂ. അത് ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് എഴുതിയിട്ടുണ്ട്. ഞാനത് നോക്കിയാൽ ചെയ്യാറ്. ഇതുണ്ടോ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചുമ്മാ അത് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് അങ്ങ് അലിപ്പിച്ച് മിക്സ് ചെയ്താൽ മതിയേ. അപ്പം ദേ ഇത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മുളിച്ച പതയുണ്ട്, ബാക്കിയെല്ലാം നന്നായിട്ട് കലങ്ങി നല്ല അലുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ടാമത്തേത് ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്ത് എല്ലാം അതിനകത്ത് എഴുതിയേക്കുന്ന അതേപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. രണ്ടാമത്തെ ചേർത്ത് നമുക്ക് 5 മിനിറ്റ് അടിയേർത്ത് ഇളക്കി കൊടുക്കാം. ഇതേ തന്നെ എഴുതിയിട്ടുണ്ട് 3-4 ചേർത്ത് ഇനി മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിറവും മണവും ചേർത്ത് അടുത്ത മിക്സിങ് എന്നിട്ട് കുപ്പിയിലിട്ട് അടച്ചു വെക്കുക. നമ്മുടെ സ്മെല്ലും കളറുമാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ക്ലോത്ത് ഷാമ്പൂ സെറ്റായി. ഇനി ഇതിൻ്റെ പതയങ്ങ് പോയി കഴിയുമ്പം കുപ്പിയിലോട്ട് ഒഴിച്ചു വെക്കും. ആകെ 2 കുപ്പി മതിയല്ലോ. 10 ലിറ്റർ 5 ലിറ്റർ വെച്ച് വയ്ക്കുക. ഇതിവിടെ സ്ഥിരമായതുകൊണ്ട് ഇതിൻ്റെ സ്ഥിര ശീല. അപ്പം ഈ കിറ്റ് ഇങ്ങനെ വാങ്ങിച്ച് ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഞാൻ ഇവരുടെ നമ്പർ കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇനി ഇതിൻ്റെ പത നന്നായിട്ട് മാറിക്കഴിയുമ്പോൾ നമുക്ക് കുപ്പിയിലോട്ട് ഒഴിച്ചു വെക്കാം. അപ്പോൾ ദേ ഈ പത പോയി കഴിയുമ്പം ഇങ്ങനെ നീല കളറിലുള്ള നല്ല കട്ടിയുള്ള ലിക്വിഡ് കിട്ടും കേട്ടോ. ഞാൻ ഈ പത ഉള്ളതും കൊണ്ട് ഇതുണ്ടോ, കണ്ടോ, നല്ല സെറ്റായിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ പറ്റും. എന്നാൽ കൈക്ക് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അപ്പം ഞാനിത് മേടിച്ചത് 350 രൂപയുടെ കിറ്റാണ്. അപ്പോൾ നമുക്ക് 10 ലിറ്റർ കിട്ടും, ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇനി ഇതേപോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതുണ്ടോ, അപ്പം ഞാനിതിന് ബോട്ടിലൊഴിച്ച് വെക്കട്ടെ. അപ്പോൾ അതേ ആറിക്കഴിഞ്ഞ് ബോട്ടിലൊഴിച്ച് വെക്കാം. ഇങ്ങനത്തെ കിറ്റ് വേണ്ടവർക്ക് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം കേട്ടോ. അവരെ വിളിച്ചാൽ മതിയേ. എനിക്കറിയത്തില്ല കേട്ടോ, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ മാത്രമേ അറിയത്തുള്ളൂ. ബൈ.